പുരാതന കാലത്ത് ആൾക്കാർ ഉറങ്ങുമ്പോൾ ഉപയോഗിച്ചിരുന്ന തലയണകൾ ഇന്ന് നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സോഫ്റ്റ് തലയണകളായിരുന്നില്ല. പകരം അവർ മരത്തടിയിലോ കല്ലിലോ ഒക്കെയാണ് തലവെച്ച് ഉറങ്ങിയിരുന്നതെന്ന് പറയപ്പെടുന്നു. പഴയ നിയമത്തിലെ യാക്കോബ് എന്ന മനുഷ്യൻ ഹാരാനിലേക്ക് കാൽനടയായി പോകും വേളയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. ആ കല്ലിൻ്റെ കാഠിന്യം യാക്കോബിൻ്റെ ഉറക്കത്തെ ബാധിച്ചില്ല. പിതാവിൻ്റെ അനുഗ്രഹം അപഹരിച്ച ശേഷം സഹോദരനായ ഏശാവിനെ ഭയന്നോടിപ്പോയ യാക്കോബ് വളരെ ക്ഷീണിതനായിരുന്നു. അങ്ങനെ അവൻ അവിടെ പെട്ടെന്നുറങ്ങിപ്പോയി. ഉറങ്ങിക്കിടക്കുമ്പോൾ അവനിതാ ഒരു സ്വപ്നം കാണുന്നു. ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച തൻ്റെ സ്വപ്നത്തിലൂടെ കാണുകയാണ്. അപ്പോൾ യഹോവയാം ദൈവം അവനോട് സംസാരിച്ചു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. നീ മുഖാന്തരം നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം നമ്മോടും സംസാരിക്കുന്ന മുഖാന്തരങ്ങളുണ്ട്. ദൈവവചനത്തിലൂടെയും ദൈവാത്മാവിലൂടെയും ചിലപ്പോഴെങ്കിലും സ്വപ്നങ്ങളിലൂടെയും അത് നടക്കുന്നു. നാം ഇരിക്കുന്ന ഇടങ്ങളിൽ, സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ, കിടക്കുന്ന കിടക്കയിൽ ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള തിരിച്ചറിവും ആത്മബോധവും നമുക്കുണ്ടാകുന്നുവെങ്കിൽ ഇവിടെയൊക്കെ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ നടുവിൽ ദൈവത്തിന് ചിലത് നമ്മോടും സംസാരിക്കുവാനുണ്ട്. യാക്കോബിനെ പോലെ നമ്മുടെയും അനുദിന ജീവിതത്തിൽ കർത്താവിനെ പിന്തുടരുന്നതിനും സേവിക്കുന്നതിനും നമ്മെ തന്നെ സമർപ്പിക്കുക എന്നതത്രേ ദൈവശബ്ദം കേൾക്കുന്നതിൻ്റെ പിന്നിലെ ദൈവോദ്ദേശ്യം. ഇന്ന് നാം വിവിധ മുഖാന്തരങ്ങളിൽ കൂടി കർത്താവിൻ്റെ ശബ്ദം ധാരാളമായി കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ കുറവെന്ന് പറയുന്നത് കേൾക്കുന്ന വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുവാൻ കഴിയാതെ പോകുന്നു എന്നതാണ്. തിരുവചനത്തിൽ ആരൊക്കെ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടോ അവരൊക്കെ ദൈവം മുമ്പാകെ സമർപ്പിച്ചിരുന്നവരാണ്. ഒരു സമർപ്പണമില്ലാതെ അനുഗ്രഹമില്ല. എന്നാൽ നാം സമർപ്പിച്ചാലോ നാം മാത്രമല്ല, നമ്മുടെ സന്തതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് മാത്രമല്ല, നമ്മിലൂടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന മറ്റെല്ലാ വ്യക്തികളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.